ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമുക്കാണെങ്കിൽ കൊഞ്ച് വെച്ച് 3 വെറൈറ്റി ഡിഷസ് ഉണ്ടാക്കാം. കൊഞ്ച് കറി, തേങ്ങ അരച്ച കറി, പിന്നെ കൊഞ്ച് തീയൽ, പിന്നെ കൊഞ്ച് ഫ്രൈ. ഇപ്പോൾ നമുക്ക് 3ന് വേണ്ടിയിട്ട് ഇത്രയും കൊഞ്ചാണ് നമുക്കുള്ളത്. നമുക്ക് 3 പേരല്ലേ ഉള്ളൂ, ഒരു 40-50 കൊഞ്ചിനകത്തേ ഉള്ളൂ ഇത്. അപ്പോൾ അത് രണ്ട് പാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം. ഒന്ന് തേങ്ങ അരച്ച കറി ഉണ്ടാക്കാം, ഒന്ന് കൊഞ്ച് തീയൽ ഉണ്ടാക്കാം, ഒന്ന് കൊഞ്ച് ഫ്രൈ ഉണ്ടാക്കാം. ഹസ്ബൻഡിന് തേങ്ങ അരച്ച കറിയാണ് ഏറ്റവും ഇഷ്ടം, കൊഞ്ച് തീയൽ കഴിക്കില്ല. ഞാൻ തിരിച്ചാണ്, എനിക്ക് കൊഞ്ച് തീയലാണ് ഇഷ്ടം. ഞാൻ കൊഞ്ച് തേങ്ങ അരച്ച കറി എനിക്ക് അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കറി ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ച് മിക്സ് ചെയ്ത് തന്നെ കൊടുക്കണം. കൈയുടെ ചൂടൊക്കെ കൊണ്ട് അത് നന്നായിട്ട് അതിനകത്തോട്ട് ഇത് മസാല പിടിക്കും. നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 30 മിനിറ്റ് മതി. 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തേങ്ങ അരച്ച കറി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങ് പോയി നോക്കി. ഇപ്പോൾ തേങ്ങയില്ല. ഇന്ന് തേങ്ങ വെട്ടിക്കൊണ്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഞാൻ പറക്കി വെക്കുന്നതാണ്. തേങ്ങ വെച്ചിട്ട് കുലുക്കി നോക്കിയിട്ട് നല്ലത് നോക്കി ഒരെണ്ണെടുത്ത് തൊലിക്കാമെന്ന് വിചാരിച്ചു. തൊലിക്കുമ്പോഴാണെങ്കിലും ഇത് ഭയങ്കര കട്ടി. ഉണക്ക തേങ്ങ തൊലിക്കാനാണ് നല്ല എളുപ്പം. ഇത് ഭയങ്കര പാടാണ് തൊലിക്കാൻ. കുറേ നേരം എടുത്ത് ഇത് വലിച്ച് പറിച്ച് തൊലിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ല തേങ്ങയല്ല, ഇതൊരു ഇളം തേങ്ങയാണ്, കരിക്ക് പരുവം. പക്ഷേ വെള്ളം കുറവായിരിക്കും, എന്നാലും ഒരു കരിക്ക് പരുവം. അങ്ങനെ കഷ്ടപ്പെട്ട് തേങ്ങയൊക്കെ തൊലിച്ച് അതിനൊന്ന് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണേ. ഞാൻ ഒരു പിടി തന്നെ അവിടെ നിന്ന് പിടിച്ച് വലിയ പിടി. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിന് അതിൻ്റെ വെള്ളം കുടിക്കാൻ കൊണ്ട് അവൾ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ആ തേങ്ങയൊക്കെ തിരികെ കൊണ്ടുവന്നു. ഈ തേങ്ങയുടെ കളറ് കണ്ടാലറിയാം, കരിക്ക് തേങ്ങയാണിത്. ആ തേങ്ങ എടുത്ത് ഇത് നമുക്ക് തേങ്ങ അരച്ച കറി ഫസ്റ്റ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കറികളുണ്ടാക്കാം. ആദ്യം തേങ്ങ അരച്ച കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിടണം. തേങ്ങയിട്ട് നമുക്ക് ആവശ്യത്തിന്, ഞാൻ കുറച്ച് കൊഞ്ചുള്ളൂ, എനിക്കൊരു 20 കൊഞ്ചാണുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തേങ്ങയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഞാൻ മറ്റേ തേങ്ങയുടെ കൂടെ അരച്ച് അതിൻ്റെ പേസ്റ്റ് പോലെ ആക്കി എടുത്തിടും. ഇഞ്ചി കുറച്ച് വേണമെന്നുള്ളവർക്ക് കുറച്ചും, നിറയെ വേണമെന്നുള്ളവർക്ക് നിറച്ചു വിടാം. ഞാൻ ഇത്തിരി ഇഞ്ചി തന്നെ എടുത്തിട്ടുള്ളൂ. എന്നാൽ ഇവിടെ ആർക്കും ഇഞ്ചി ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്തിരി എന്ന് പറഞ്ഞാൽ ഒരു നുള്ളിട്ടാൽ മതി. നുള്ളിട്ടിട്ട് കുറച്ച് പുളി, നമ്മൾ വാളം പുളിയിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. പേസ്റ്റാക്കി എടുത്ത് ഈ കഴുകി വെച്ചിരിക്കുന്ന കൊഞ്ചിലോട്ടിട്ട് കൊടുത്താൽ മതി. നന്നായിട്ട് പേസ്റ്റ് ആവണേ, നല്ല മഷി പോലെ ആവണേ. ഇതിൽ വേറെ മലക്കറി, മുരിങ്ങയ്ക്കൊന്നും ആരും ചേർക്കാറില്ല. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നന്നായിട്ട് കലക്കി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ കലക്കി കൊടുക്കുക, എല്ലാവരും ശ്രദ്ധിക്കണം. തവി കൊണ്ട് കലക്കി കൊടുക്കാം, പക്ഷേ കൈ കൊണ്ട് കലക്കി കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ മീൻകറി മൺചട്ടിയിൽ തന്നെ വയ്ക്കാനും എല്ലാവരും ശ്രദ്ധിക്കണം. മൺചട്ടിയിൽ വെച്ചാൽ മീൻകറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ എല്ലാ മീൻകറിയും മൺചട്ടിയിൽ തന്നെയാണ് വയ്ക്കുന്നത്. മീൻകറിയല്ല, മാക്സിമം എല്ലാം ഞാൻ മൺചട്ടിയിൽ തന്നെയാണ് വയ്ക്കാറ്. നോൺ സ്റ്റിക്ക് മാക്സിമം യൂസ് ചെയ്യാറില്ല ഇവിടെ. അത് കഴിഞ്ഞ് നേരെ അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഉപ്പുണ്ടോ, പുളി കറക്റ്റാണോ, ആ സമയത്താണ് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നോക്കേണ്ടത്. ഉപ്പ്, പുളി എല്ലാം നോക്കണം. നന്നായിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ എടുത്തിട്ടിട്ടുണ്ട്. നിങ്ങൾ തിളച്ച് കഴിഞ്ഞ ഉടനെ നോക്കണം ഉപ്പുണ്ടോ, പുളിയുണ്ടോ എല്ലാം. പിന്നെ നമുക്കത് നോക്കിയാൽ ശരിയാവില്ല. കാരണം തിളച്ച് കഴിഞ്ഞ് എല്ലാം ഇറക്കി വെച്ച് കഴിക്കാൻ സമയത്ത് പിന്നെ പോയിരിക്കുമ്പം മറ്റേ കൊഞ്ചിലൊന്നും പിടിക്കില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ നോക്കണം. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പം തന്നെ കുറവ് തീർക്കണം. കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ താഴെ എൻ്റെ കൊച്ചു വന്നിട്ടുണ്ട്, അവൾക്ക് ഇത് വേണമെന്നും പറഞ്ഞ്. തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കിട്ടി അതിനെ മൂടി വയ്ക്കണം. അത് കഴിഞ്ഞ് നമുക്ക് ചോറിൻ്റെ കാര്യം നോക്കാം. ചോറ് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ വേവിച്ച് ഞാൻ സാധാ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അങ്ങനെ വടിക്കുന്നതാണ് പതിവ്. ഇതും കുക്കറിൽ വേവിക്കാൻ വേണ്ടി ചോറ് വയ്ക്കാം. ചോറ് വെച്ചിട്ട് നമുക്കെടുത്ത് ഫിഷ് ഫ്രൈയുടെ കാര്യം. ഞാനിവിടെ ഒരു കാസ്റ്റ് അയണിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ, ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ്. വെളിച്ചെണ്ണയിൽ കുരിക്കുമ്പോഴാണ് നല്ല മണവും നല്ല ടേസ്റ്റ്. കൊഞ്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തില്ലെങ്കിൽ അത് കയറി അവിടെ ഒട്ടും അടച്ചിടാനും തിരിച്ചിടാനും പറ്റില്ല നമുക്ക്. കൊഞ്ച് ഫ്രൈയും ഹസ്ബൻഡ് കഴിക്കില്ല, ഞാനും മോള് മാത്രമേ കഴിക്കൂ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് ഫ്രൈ. അതിന് വേണ്ടിയാണ് ഫ്രൈ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് ഇളക്കിയിട്ട് കൊടുത്താൽ ഈസി ആയിട്ട് ഇത് മറിച്ചിടാൻ പറ്റും. ഒട്ടിയൊന്നും പിടിക്കില്ല.
ഇവിടെ എല്ലാവർക്കും നല്ല മുരിഞ്ഞതാണ് ഇഷ്ടം. എനിക്ക് മുരിഞ്ഞതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ നല്ല മുരിച്ചാണ് എടുക്കുന്നത്. പക്ഷേ ഇതിൽ കളറ് നമുക്ക് മനസ്സിലാവില്ല മുരിഞ്ഞതാണോ എന്നേ. അത് ഇതിലങ്ങനെയാണ് ഇരിക്കും. മുരിഞ്ഞതാണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലിരിക്കും. പക്ഷെ നല്ല മുരിച്ചെടുത്തതാണ്. നല്ല മുരിച്ചെടുത്ത കൊഞ്ച് ഫ്രൈ. ഇവിടെ കറണ്ട് വന്നും പോയിരിക്കുന്നത്, അതാണ് ഇത്രയും സൗണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ സൗണ്ട്. നല്ല കൊഞ്ച് ഫ്രൈ ആണ്. ഇവിടെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ആൾ കുറവായതുകൊണ്ട് ഇഷ്ടം പോലെ കൊഞ്ച് ഫ്രൈ കഴിക്കും. ഞങ്ങൾ 2 പേരിലേ കഴിക്കും, ഞാനും ഭാവിയും. അത് കഴിഞ്ഞിട്ട് നമുക്കാണെങ്കിൽ തീയലിനുള്ള കാര്യങ്ങളൊക്കെ തീയലിന് വേണ്ടി തേങ്ങ ആദ്യം വറുക്കണം, നന്നായിട്ട് വറുത്തെടുക്കണം. അതിനിടയിൽ ഒരടുപ്പിൽ കൊഞ്ച് ഫ്രൈ റെഡിയായി. ഒരു അടുപ്പിൽ കൊഞ്ച് ഫ്രൈ, ഒരടുപ്പിൽ കൊഞ്ച് തീയലിനുള്ള തേങ്ങയും, ഒരടുപ്പിൽ ചോറുമാണ് ഇരിക്കുന്നത്. അങ്ങനെ കൊഞ്ച് ഫ്രൈ എടുത്ത് നമ്മൾ മാറ്റി. ഒരു കഷ്ണം താഴെ പോയി, അത് ഞാൻ എടുക്കും. വീഡിയോയിലില്ല തോന്നുന്നത്. തീയലിനുള്ള തേങ്ങ നന്നായിട്ട് വഴറ്റണം, നന്നായിട്ട് കിണ്ടി വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറാണ്. നല്ല ബ്രൗൺ കളറായിട്ട് അതിലുള്ള മസാലയൊക്കെ ഇട്ട് കൊടുക്കാവും. ഇവിടെയാണെങ്കിൽ നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പം നമുക്കിഷ്ടം പോലെ കൊഞ്ച് കഴിക്കാൻ പറ്റും. നിറയെ പേരുണ്ടെങ്കിൽ നമുക്ക് അത്രയും കൊഞ്ച് കിട്ടില്ല. മോളാണെങ്കിൽ ഫ്രൈ ചെയ്ത കൊഞ്ച് മുഴുവനായിട്ട് എടുത്തുകൊണ്ടുണ്ട്. ഞാൻ ഭാഗ്യത്തിന് 2-3 എടുത്ത് ടേസ്റ്റ് ചെയ്ത് നന്നായി. അത് കഴിഞ്ഞ് നല്ല ബ്രൗൺ ആയി കഴിഞ്ഞ് അത് കഴിഞ്ഞ് മഞ്ഞപ്പൊടിയുടെ കളർ ഇതിൽ മാറിയിരിക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി, അടുത്ത് മുളക് പൊടി എല്ലാം ആവശ്യത്തിന്. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടില്ലേ, മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ട് പച്ചമണം. ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിരുന്നു, കാരണം ഇത് മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് ഇതിനകത്ത്. അപ്പം നമ്മൾ തീ പിന്നെയും വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നതെങ്കിൽ കരിഞ്ഞു പോകും, മസാലകൾ കരിഞ്ഞു. അപ്പോൾ ഞാൻ തീ എല്ലാം ഓഫ് ചെയ്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് തണുക്കാൻ വെച്ചിട്ട് നമുക്കെടുത്ത് തീയലിൻ്റെ തന്നെ ഉള്ളി, നമുക്ക് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. മാക്സിമം എത്ര ഉള്ളി എടുക്കാമോ അത്രയും എടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് ചെറിയ ഉള്ളി തന്നെയാണ്, കാണാൻ വലിയ സൈസിലുള്ള ചെറിയ ഉള്ളി. ഞാൻ 4-5 എണ്ണം വലുതെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് അരിഞ്ഞെടുക്കണം. നല്ലതായിട്ട് കുനുകുനാന്ന് ചെറിയ സ്ലൈസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം. അതിനിടയിൽ മോള് വരുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഫ്രൈ ഉണ്ടോ അതുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിക്കുന്നു. അങ്ങോട്ട് വന്ന് അവൾ വിളിക്കുന്നതാണ് എന്നെ. ഇനി അവൾക്ക് കൊഞ്ച് ഫ്രൈ വേണം. കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കും. അവളുടെ പപ്പ അപ്പുറത്തുള്ളതുകൊണ്ട് അവിടെ പോയിരുന്നോളും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ കാണുമായിരുന്നു ഫുള്ളായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് നല്ല സ്ലൈസസ് ആയിട്ട് കുഞ്ഞു സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ ഈ ചെറിയ ഉള്ളി നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടിയിടും. മുഴുവനായിട്ട് ചെറിയ പീസ് ചെറിയ ഉള്ളിയാണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് വഴറ്റിയെടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് വഴറ്റിയെടുത്ത് തന്നെ കറി വെച്ചാലേ ടേസ്റ്റ് കാണും. കൊഞ്ച് തീയൽ ഒരിക്കൽ കഴിച്ചവ എന്തായാലും പിന്നെയും ട്രൈ ചെയ്യും. ആ തീയലിൻ്റെ ആ ഒരു കറി മതി, നമുക്ക് എത്ര പ്ലേറ്റ് ചോറ് വേണോ കഴിക്കാം. പിന്നെയും മോള് വന്നിട്ടുണ്ട്. ജോലി ചെയ്ത് ഞാനങ്ങ് ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിച്ചാണ് ജോലി ചെയ്യുന്നത്. കാരണം ഇന്ന് വീടൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഒരു പരുവായി ക്ഷീണിച്ച്. അത് കഴിഞ്ഞ് ചൂടാറിയ തേങ്ങ വറുത്തതും മസാല മിക്സ് എല്ലാം കൂടെ മിക്സിയിലൊഴിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുറച്ച് ഇതിടണം. പുളി ഇട്ടിട്ടുണ്ട്. പുളിയിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരിച്ചെടുക്കണം. അപ്പോഴേക്കും ഞാൻ അടുത്ത ചട്ടിയിലാണെങ്കിൽ ഉള്ളി വഴറ്റാനുള്ള ഇതിലാണ്. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി വേണമെന്നുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചേർത്താൽ മതി. പക്ഷേ ഇവിടെ കുഞ്ഞിന് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി നന്നായിട്ട് ചെറിയ ബ്രൗണിഷ് ആകുമ്പോൾ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും. ചട്ടി കരിയാതെ നോക്കണം. ഞാനാണെങ്കിൽ കഴിഞ്ഞ തേങ്ങ വഴറ്റിയ ചട്ടി തന്നെയാണ് ഇട്ടത്. നിങ്ങൾക്ക് പുതിയ ചട്ടി വയ്ക്കണമെങ്കിൽ അങ്ങനെ വയ്ക്കാം. ഇത് തേങ്ങ വഴറ്റിയതാണെങ്കിൽ നമുക്ക് വേറെ ബുദ്ധിമുട്ടില്ലല്ലോ. തേങ്ങയല്ലേ, അത് ഈ കൊഞ്ച് തീയലിനുള്ള തേങ്ങയാണല്ലോ. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് പാത്രമൊന്നും എടുക്കാതെ ആ ചട്ടി തന്നെയാണ് ഇട്ടത്. അതൊന്നും പാത്രം കുറച്ചല്ലേ ആവും, അല്ലെങ്കിൽ എല്ലാത്തിനും ഓരോ പാത്രം എടുക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നന്നായിട്ട് പേസ്റ്റായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ചട്ടിയിലോട്ട് വീത്തി കൊടുക്കണം. നല്ല വഴറ്റി വെച്ച ഉള്ളിയുടെ പുറത്തൂടെ പേസ്റ്റായിട്ടുള്ള അതിൻ്റെ മസാല വീത്തി കൊടുത്ത് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും കൊഞ്ചിട്ട് കൊടുത്ത് മൂടി വെച്ച് 10 അല്ലെങ്കിൽ 20 മിനിറ്റ്, ഒരു ലോ ഫ്ലെയിമല്ല, ഒരു മീഡിയം ഫ്ലെയിം, ഉപ്പ് നോക്കിയിട്ടാണ് ഞാൻ മൂടി വയ്ക്കുന്നത്. ഇപ്പം
തിളച്ചതല്ലേ, അതിൻ്റെ അരപ്പ് തിളച്ചതാണ്. അതുകൊണ്ട് ഉപ്പ് നോക്കി, ഉപ്പ് കുറവായിരുന്നു. ഉപ്പ് എപ്പോഴും കുറച്ചിട്ട് നോക്കാൻ ശ്രമിക്കണം. കാരണം ആദ്യമേ കൂടുതലിട്ടാൽ കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറഞ്ഞിരുന്നാൽ പിന്നെ നമുക്ക് ഇത്തിരി ഇത്തിരി ഇട്ട് കറക്റ്റാക്കി എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഉപ്പ് വാരിയിടരുത്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് പറഞ്ഞപ്പോഴേക്കും തീ ഓഫ് ചെയ്ത് പച്ച വെളിച്ചെണ്ണ വീട്ടി അടച്ച് വയ്ക്കണം. അങ്ങനെ നമ്മുടെ ഫുഡ് റെഡിയായി. ചോറ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ തേങ്ങാക്കറി എടുക്കില്ല, അതുകൊണ്ട് ഞാൻ തേങ്ങ എടുത്തില്ല. കൊഞ്ച് തീയൽ, പൊരിച്ച മീൻ. ബായ്.